അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാൻ ഭാഗോടമ്പടി പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവെ, അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ, ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ, വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ, അക്ഷയയിലേക്കുള്ള യാത്രകൾ, ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം നീ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക, പെരുമയാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്പർ കിട്ടാതിരിക്കുക, അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസം? ചില സാധനങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ട് കാണാനില്ല, ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ച് നടക്കുന്ന വ്യക്തിയാകാൻ നീ. ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ലാത്തത്, അങ്ങനെയുള്ള സത്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് നിന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ സന്ധിക്കും. ദൈവത്തിൻ്റെ ദുരാമം നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിൻ്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ. ജോബ് 2:10 ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇത് ജോബ് ചോദിക്കണമല്ല, ഇത് ശരിക്കും നമ്മുടെ ദൈവസ്നേഹത്തോടെയാണ് ദൈവജനത്തെ അനുധാവനം ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് അധികാരമുള്ള വിശ്വാസികളുണ്ട്. ഇപ്പം ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്,
ജോബിനെ ദൈവം ജോബിൻ്റെ ജീവിതത്തിൻ്റെ മേലെ ദൈവം ഒരു സ്വന്തം വ്യക്തി അല്ലെങ്കിൽ ഒരു പടി എന്ന രീതിയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവം അവൻ്റെ മേലെ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട്, സ്വന്തം ഒരു സ്വകാര്യ വസ്തുവിനെ പോലെ. അപ്പോഴേ അതുകൊണ്ടാണ് സാത്താനുമായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത്. സാത്താൻ നമുക്കറിയാലോ പ്രതീകാത്മകമാണ്. അതായത് സാത്താൻ ഡിസ്കഷനിൽ ദൈവം അഭിമാനത്തോട് ചോദിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഒരു അഭിമാനമാണ് ജോബ്. അതായത് നീ ഭൂമിയിൽ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ? അതാണ് ചോദ്യം. ജോബ് 2:3. എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് അഭിമാനിക്കുന്നത് ബൈബിളിലെ ഒരു വല്ലാത്ത ഒരു പ്രമേയമാണ്. ഇത് നമ്മളുടെ ഒരു റെഫറൻസ് പോയിൻ്റാണ്. നമ്മളും ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അയ്യോ എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? അതുപോലെ ഒരു ആഗ്രഹം ഒരു ദൈവ പൈതലിന് തോന്നിക്കും. എന്താണ്? ദൈവം ജോബിനെക്കുറിച്ച് പറഞ്ഞ പോലെ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലെന്ന്. എന്താണ്? എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ? എന്നിട്ട് ജോബിൻ്റെ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും ഒക്കെ ആണ്. പക്ഷെ ആ നീതിനിഷ്ഠ എന്ന് പറയുമ്പോൾ നീതിനിഷ്ഠ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ജോബിൻ്റെ നീതിനിഷ്ഠ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അത് ഈ 2:10 എന്താണ്? ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഈ നീതിശാസ്ത്രം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ, അത് വായിച്ചത് 2:10. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? അതാണ് നീതി എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ദാസനെ നീ കണ്ടു. ആ ഭാഗം ഒന്ന് വായിച്ചേ. ജോബ് 2:3. ജോബ് 2:3 2:10 നമ്മളെ കണക്ഷൻ. എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? ഇപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീതിനിഷ്ഠ എടുത്ത് പറയുന്നുണ്ട്. ഈ നീതിനിഷ്ഠ ആധ്യാത്മികമായ ദൈവവുമായിട്ടുള്ള ജീവിത ഇടപാടുകളിലും ഈ നീതി അവൻ സ്വയം സഹിച്ചുകൊണ്ട് നീതി തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതാണ് ചോദിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി നന്മ സ്വീകരിച്ചവരാണ്. അപ്പം ദൈവത്തിൽ നിന്ന് എപ്പോഴെങ്കിലും തിന്മകൾ വരുമ്പോഴും നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് അലോസരപ്പെടുന്നത്? അതാണ് അവൻ്റെ നീതിബോധം എന്ന് പറയുന്നത്. ഇതൊരു ഉയർന്ന നിലവാരമുള്ള ഒരു മാനവികതയാണ് ജോബ് കാഴ്ചവെക്കുന്നത്. ആത്മീയത മാത്രമല്ല, ഒരു ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ നിയമം അവതരിപ്പിക്കുന്ന ഒരു വലിയ സങ്കല്പമല്ല, വലിയൊരു സ്റ്റാൻഡേർഡാണ് ആത്മീയ മനുഷ്യൻ. ഈ ആത്മീയ മനുഷ്യൻ ശരിക്കും വളർന്നു തുടങ്ങുന്നത് ജോബിലൂടെയാണ് വളർന്നു വരുന്നത്. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇത് ഒന്നെങ്കിൽ ശക്തി പ്രാപിക്കും അല്ലെങ്കിൽ നിർവീര്യമായിപ്പെടും. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്നൊക്കെ പറയുന്നില്ലേ? 1 തെസ്സലോനിക്കൻസ് 5:19 1 തെസ്സലോനിക്ക 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഒന്ന് പറഞ്ഞേ. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്ന ശാസ്ത്രങ്ങളിൽ ഒന്നാണ് ആത്മാവിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെയാണ്. നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ എന്താ പറഞ്ഞിരിക്കുന്നത്? 1 തെസ്സലോനിക്ക 5:19 എന്താ പറയണത്? നിർവീര്യമാക്കരുത്.
അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീര്യപ്പെടുത്തണമെന്നതിൻ്റെ അർത്ഥം ഉറപ്പല്ലേ? അത് ഷാഡോ വേർഡല്ലേ? അതായത് ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മാവിനെ നിങ്ങൾ വീര്യപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. ആത്മാവിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യും? അവിടെയാണ് വിഷയം. ഈ ഉടമ്പടിയിൽ വരുന്ന വിഷയം, ആത്മാവിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ആത്മാവിനെ ശക്തിപ്പെടുത്തണം എങ്ങനെയാണ്? ആത്മാവിൻ്റെ ഫലങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? 5:22 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഗലാത്യ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവയാണ്. അതായത് കാരുണ്യം. നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന രോഗികളെ കാണുന്നു, വാർദ്ധക്യ സദനങ്ങൾ നിങ്ങളെ സന്ദർശിക്കുന്നു, അവിടെ ഉടുപ്പ് നിങ്ങൾ കഴുകി കൊടുക്കുന്നു, പ്രായമുള്ളവരുടെ നഖങ്ങൾ നിങ്ങൾ വെട്ടിക്കൊടുക്കുന്നു, ഭ്രാന്തന്മാരെ നിങ്ങൾ കുളിപ്പിക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മാവ് വീര്യപ്പെടുന്നില്ല. അതെന്താ കാര്യം? ആത്മാവിന് ഈ നിങ്ങൾ ചെയ്യുന്ന ചില ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം പോലെ ശരീരം നന്നാകണില്ലല്ലോ. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി അനുസരിച്ചുകൊണ്ട് ആത്മാവ് വീര്യപ്പെടുന്നില്ല. എന്താ കാര്യം? അത് ചെയ്യാൻ കാരണം, ആത്മാവ് വീര്യപ്പെടണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ നടക്കാൻ വേണ്ടി, ആ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ കല്ലുപോലെ ഹൃദയമായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്, മാംസള ഹൃദയമായിട്ടല്ല. മാംസള ഹൃദയമാണെങ്കിൽ അത് ദൈവസ്നേഹത്താൽ നിറഞ്ഞതായിരിക്കും. ദൈവസ്നേഹത്താൽ നിറഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഉടമ്പടിയുടെ ഫലങ്ങളെന്ന് പറയണത് നിങ്ങളുടെ ആവശ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സൽപ്രവൃത്തിയുടെ ഫലങ്ങളല്ല. ഉടമ്പടിയുടെ ഫലങ്ങളെന്ന് പറയണത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങളോട് അടിസ്ഥാനത്തിലാണ്, ആത്മാവിൻ്റെ ഫലങ്ങളാണ്. മനസ്സിലായില്ലേ? ആത്മാവിൻ്റെ ഫലങ്ങൾ വരുന്നത് സ്നേഹമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്? ആനന്ദമാണ്. ആനന്ദം ഉണ്ടാകണം എങ്ങനെ? സ്നേഹം നമുക്ക് മനസ്സിലാകും. ദൈവസ്നേഹമാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താണ്? ആനന്ദമാണ്. ആനന്ദം ഉണ്ടാകണമെങ്കിൽ സാത്താൻ്റെ സിംഹാസനം താഴെ പോകണം. സ്നേഹം നമുക്ക് ഓക്കെയാണ്, പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി ഈ ആനന്ദം കൂടി വന്നാൽ മാത്രമേ ഇവൻ കറക്റ്റ് എവാഞ്ചലിസ്റ്റ് ആകത്തുള്ളൂ, ദൈവത്തിൻ്റെ ജോലിക്കാരനാകണം. ആനന്ദം തന്നെ എപ്പോഴാണ്? ആനന്ദം ഈശോ വരുന്നത് 10:21 എടുത്ത് ലുക്കാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 10:21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. അപ്പൊ ഈശോയുടെ ആത്മാവിൽ ആനന്ദം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ആത്മാവിൽ ആനന്ദം. ഗലാത്യർ 5:22 രണ്ടാമത്തെ കാര്യം സ്നേഹം, ആനന്ദം. ഈ ആനന്ദം എന്ന് പറയുന്നത് പ്രേഷിത ആനന്ദമാണ്. അതായത് തിന്മയുടെ ശക്തികളെ, ഇപ്പോൾ നിങ്ങളൊരു പാപം വിട്ടുപേക്ഷിക്കുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ളവർ പാപത്തിൽ വിട്ടുപേക്ഷിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അഭിഷേകം ആയിട്ടുള്ള ഒരു സന്തോഷമാണ് ആനന്ദമെന്ന് പറയുന്നത്. തിന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണത്. അതറിയണമെങ്കിൽ 10:18 വായിച്ച ലൂക്കാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ലൂക്ക 10:18. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. അതായത് സാത്താൻ തിന്മയുടെ സിംഹാസനങ്ങൾ തട്ടിമറിക്കപ്പെടണം. മദ്യപാനിയായാലും ശരി, ലഹരി ഉപയോഗിക്കുന്നതിനാലും ശരി, ഭാര്യനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിരിക്കുന്നവളായാലും ശരി, ഉപേക്ഷിക്കുന്നവനായാലും ശരി, അതുപോലെ തന്നെ തിന്മയുടെ വ്യാപാരങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരും ശരി, നമ്മളുടെ പ്രവർത്തനങ്ങൾ കാരണം അവർ പിന്തിരിഞ്ഞാൽ തിന്മയുടെ ശക്തി വ്യക്തികളിലും സമൂഹത്തിലും കുറഞ്ഞു വരും. തിന്മയുടെ ഇരിപ്പിടങ്ങൾ തട്ടിമറിക്കപ്പെടും.
ഈ തിന്മയുടെ ഇരിപ്പിടങ്ങളെ തട്ടിമറിക്കുക എന്നുള്ളത് ഒരു മരിയൻ മൂല്യമാണ്. സിംഹാസനങ്ങളിൽ ഇരുന്നവരെ ചിതറിച്ചു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ആരാധന. ലൂക്ക 1:52. ലൂക്ക 1:52. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ. പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ശക്തന്മാരെ പറഞ്ഞേ, സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. ഇങ്ങനെ ഈ ശക്തനെ മറിച്ചിടാൻ വേണ്ടി തന്നെയാണ് മനുഷ്യാവതാരം സംഭവിക്കുന്നത്. ഈശോ ആത്മാവിലങ്ങ് ആനന്ദിക്കാൻ, എന്നിട്ട് പറയും അവർക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്നുള്ളതല്ല, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. നമ്മളുടെ പേരുകൾ പിതാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ആയിട്ട് എഴുതി ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രക്ഷാകര നടപടിക്രമങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം. രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് മാത്രം നമ്മുടെ പേരുകൾ എഴുതപ്പെടുന്നില്ല. എന്താ ചെയ്യണത്? തിന്മയുടെ ശക്തികൾ, ഇപ്പം നിൻ്റെ ആങ്ങളെയാണ് മദ്യപാനി, അല്ല നിനക്കറിയാം നിൻ്റെ നാത്തുവിനെ നിൻ്റെ ആങ്ങള വേറൊരു സ്ത്രീയുമായിട്ട് രഹസ്യത്തിൽ ബന്ധമുണ്ട്, അത് തിന്മയുടെ ശക്തിയാണ്. സാത്താനോട് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി നീ ആടെ കൂടെ നിൽക്കും, നിൻ്റെ ആങ്ങളുടെ കൂടെ നിൽക്കുമോ നാത്തുവിൻ്റെ കൂടെ നിൽക്കുക? നീ സത്യമായിട്ട് നിൽക്കണം ആങ്ങളുടെ കൂടെ ആയിരിക്കും. കാര്യം എന്താണ്? നീ മനുഷ്യ രക്തത്തിലുള്ള ആളായത് കാരണം നാത്തും വരെ കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ, നിനക്ക് തിരക്കേണ്ട ആവശ്യമില്ലല്ലോ, ആങ്ങളുടെ കൂടെ നിൽക്കും. അപ്പോൾ നീ ആടെ കൂടെ നിൽക്കണത് സാത്താൻ്റെ കൂടെ നിൽക്കും. അത് തിന്മയുടെ ശക്തിയുടെ കൂടെ എപ്പോൾ നീ നിന്നാലും അത് സാത്താൻ്റെ കൂടെ നിൽക്കണം. ഇത് നിൽക്കുകയാണ് ചെയ്യണത്. ഇതിനെ തട്ടിമറിക്കാൻ വേണ്ടിയാണ് മാതാവിൻ്റെ ആദ്യത്തെ നമുക്കറിയാം മരിയൻ അത്ര ഒരു പാവം പിടിച്ച പരിപാടിയല്ല, അത് വിപ്ലവകരമായ ഒരു സുവിശേഷ മുന്നേറ്റത്തിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പ്രയോഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തികൾ നമ്മൾ തന്നെ ആദ്യം തിന്മയിൽ നിന്ന് മാറണം. പിന്നീട് എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റുമുള്ള തിന്മകൾ പെരുകുമ്പോൾ അതിനെ ഒന്നും നടക്കത്തില്ലെങ്കിൽ, ഒന്നിനോടും താല്പര്യമില്ലാത്ത പ്രതിരോധിക്കുന്ന തിരുത്തൽ ശക്തിയായിട്ട് സുവിശേഷകൻ മാറി നിൽക്കുന്നത് ഉടമ്പടിയുടെ ഒരു സുവിശേഷ മുന്നേറ്റത്തിന്റെ സാക്ഷ്യ രൂപീകരണമാണ്. ശ്രദ്ധിക്കട്ടെ. ഈ ആനന്ദം എന്നുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അന്തർധാര എന്ന് പറയുന്നത്. അത് നമ്മൾ പറയണ ആനന്ദമല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ കൽസ്മാരിക് മേഖലയിലും ആനന്ദത്തെക്കുറിച്ച് പറയും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, യേശു ആനന്ദത്തെക്കുറിച്ച് പറയണത് എപ്പോഴാണ്? സാത്താൻ്റെ സിംഹാസനം തട്ടിമറിക്കപ്പെടുന്ന സമയത്താണ് അവൻ ആത്മാവിൽ ആനന്ദിക്കണത്, അല്ലേ? 10:21 ആ ആനന്ദം തന്നെയാണ് മരിയൻ ആനന്ദം എന്ന് പറയണത്. സാത്താൻ്റെ സിംഹാസനം തട്ടിമറിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ ആദ്യ പദ്ധതി പ്രയോഗമാരാണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന് പറയുമ്പോഴേ അവൻ്റെ കുതികാലിന് പരിക്കേൽപ്പിക്കുമെന്ന് പറയുമ്പോഴേ സാത്താൻ്റെ തലയെ ചവിട്ടാൻ വേണ്ടി ഉള്ള അവതാരത്തെ ഗർഭം ധരിക്കുന്നത് ആരാണ്? മറിയമാണ്. മറിയം അതിൻ്റെ പടപ്പുറപ്പാട് തുടങ്ങുമ്പോൾ തന്നെ മറിയം ആദ്യം പറഞ്ഞത് എന്താണ്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. രക്ഷകനായ ദൈവം ആരാണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 1:47. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കൈയിടിച്ച് കർത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടി വരുന്നത് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതിന്. ഒന്ന് സ്നേഹം, അതുപോലെ തന്നെ ശക്തിയും സ്നേഹവും ഒരുമിച്ചാണ് പോണത്. കാര്യം സ്നേഹത്തിൻ്റെ ഇഫക്റ്റായിട്ടാണ് ശക്തി രൂപപ്പെട്ട് വരണത്. നമുക്ക് സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് കൊണ്ട് ശക്തി അപ്ലോഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കും. ദൈവത്തോടുള്ള സ്നേഹമില്ലേ, സ്നേഹം നമുക്ക് വർദ്ധിക്കുന്നതനുസരിച്ച്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം മുതലായ ആത്മാവിൻ്റെ ഫലങ്ങൾ അടിസ്ഥാനപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ദൈവസ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവസ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശക്തി ധരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കാൻ വേണ്ടി വിറഞ്ഞതുള്ളി പക്ഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നത് അതൊരു വിഭാഗം. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതുവഴി വരുന്ന ശക്തി എന്ന് പറയുന്നത് സാധാരണ പ്രാർത്ഥന വഴി വരുന്ന ശക്തിയല്ല. അത് സിംഗിൾ ഫേസും 3 ഫേസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ശക്തി കിട്ടത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, ബൈബിൾ അത് അധിഷ്ഠിതമാണത്. പക്ഷേ അത് സിംഗിൾ ഫേസാണ്. നമ്മുടെ ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് 3 ഫേസ് പവർ വേണം. അതെന്താ ചെയ്യണത്?
നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന് വിവേചിക്കണം. പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ജോസഫച്ചൻ പറഞ്ഞ് രോഗികളെ കാണാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ് കൃപാസനത്തിന് പറഞ്ഞ് 10 അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ അച്ഛൻ പറഞ്ഞ് കൊച്ചി പോകാം, ഞാൻ കൊച്ചി പോയെന്ന് പറഞ്ഞത് വല്ല കാര്യമുണ്ടോ? ഇതാണ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ കണ്ടൻറ് വൈസ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന് വിവേചിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാകുന്ന സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനമാണോ എന്നെ ഉടമ്പടി പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എങ്കിൽ, അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവസ്നേഹത്തിലാണ്, മാംസളമായ ഹൃദയത്തിലാണ്. നിൻ്റെ കർത്താവിൻ്റെ ഉടമ്പടി എസെക്കിയേൽ അനുസരിച്ചും ജെറമിയ അനുസരിച്ചും നിന്റെ ഹൃദയാന്തര ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്. നീ തന്നെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ആളായ്മയായി മാറിയിരിക്കുന്നു. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ ജെറമിയ എഴുതിയിരിക്കുന്ന പോലെ 31-33 എഴുതിയിരിക്കുന്ന പോലെ ദൈവം ഉടമ്പടി നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ദൈവം നമ്മൾ ഉടമ്പടി ഇവിടെ എടുത്തതേ ഉള്ളൂ, അതോ ദൈവം യഥാർത്ഥത്തിൽ ഉടമ്പടി എൻ്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ? ചെറിയ 31 പോലെ എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ എങ്ങനെ പറ്റും? അതായത് നമ്മൾക്ക് ഉള്ളിലെ സന്തോഷം തോന്നാം, ആനന്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഉള്ളിലെ കർത്താവിന് വേണ്ടി വേറെ ചെയ്യുമ്പോൾ സംതൃപ്തി തോന്നും. കർത്താവിന് വേണ്ടി ജോലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞില്ലേ, അവർ വയനാടുകാരത്തിയാണ്. അവർ ഉടമ്പടി ചെയ്തപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയത് എല്ലാ സ്ഥലങ്ങളിലും, അതേപോലെ വരുമാനമുള്ള കക്ഷിയൊന്നുമല്ല, ഉള്ള ഭർത്താവിനോട് ഒരു പറഞ്ഞവർ, ഞാൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പോയി പത്രം കൊടുക്കാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ ഓർക്കണം, നമുക്ക് പലർക്കും നമ്മുടെ അയൽവാസികൾക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ലേ, വാദപ്പനിയും പിടിച്ചകത്തിരിക്കുകയാണ്. എങ്ങനെ കൊടുക്കും, ആര് കൊടുക്കും, എപ്പോൾ കൊടുക്കും, ആ മേടിക്കുക, അവരെന്ത് പറയും, ഇങ്ങനെ കുറേ അലവലാദികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മേ, കൃപാസനത്തിൻ്റെ ശാപത്തിന് വേണ്ടി കുറേ എടുത്തിട്ടുണ്ട് ഉടമ്പടി. ഇങ്ങനെ വിട്ടിരിക്കേണ്ടേ, ഇങ്ങനെ പറത്തുള്ളി ആരെടുക്കും വല്ലതും പറയാമല്ലോ, നമ്മളോട് കൊടുത്താൽ അവർ മേടിക്കുക. ഇങ്ങനെ സാക്ഷ്യപ്പെടുകയൊക്കെ അവർ ഈ ആൾക്കാർ വന്നിട്ട് അവസാനം അതായത് അവർക്ക് സന്തോഷമില്ല. അവർക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. പരീക്ഷത്തിന് വേണ്ടി ചൂണ്ടയോടെ ഇറങ്ങിയിരിക്കുകയാണ് പിശാച്. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി നോക്കുമ്പോൾ ദൈവം കൊണ്ടുവന്ന് നിങ്ങളുടെ അണ്ണാക്കിൽ ഉച്ചരായിരിക്കണം. ദാറ്റ് ഈസ് റോങ്. എൻ്റെ ദൈവവേദന നിന്നോട് പറഞ്ഞിരിക്കുന്നത് ദൈവസ്നേഹം നിറയാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ല നിനക്ക് കിട്ടുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് നീ ഒരു മുഴക്കോട് എടുത്തുകൊണ്ട് ദൈവത്തെ അളക്കാൻ വന്നാലേ, കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ അളക്കുന്ന അളവ് പോലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന്. എന്തിനാണ് ദൈവത്തെ കൊണ്ട് അളപ്പിക്കണത്? നിങ്ങൾ താങ്ങുമോ? അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. മര്യാദക്ക് ദൈവസ്നേഹം നടക്കാൻ നോക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, എന്ത് ചെയ്താലും ഉടമ്പടി പ്രകാരം എന്ത് ചെയ്താലും കടുത്ത ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. എസെക്കിയേൽ പറയുന്നത് പോലെ ചൈതന്യം നൽകണമേ. കർത്താവിന്റെ ഉടമ്പടി വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പുതുചൈതന്യം, പുതിയ ചൈതന്യം, പുതിയ സന്തോഷം, പുതിയ സംതൃപ്തി. പല അർത്ഥങ്ങളുണ്ടായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ തന്നെ ആ ചേച്ചി പറഞ്ഞില്ലേ, ഞാൻ കേരളത്തിലെ 14 ജില്ലകളിലും പോയി ലൈൻ ബസ്സിനാണേ. ആലപ്പുഴ വന്നിട്ട് കൊല്ലത്തേക്ക് പോകും. കൊല്ലത്ത് അവിടെ പത്രം കൊടുത്തിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കൃപാസന അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും. ഇങ്ങനെ അവർ 14 ജില്ലകളിലും പത്രം കൊണ്ട് പോകും. എന്നിട്ട് ആർമാദിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ചാണ് ഇവിടെ വന്നിട്ട് ആ അനുഭവം പറയണത്. അത് എൻ്റെ കയ്യിൽ നിന്ന് 1500 പത്രത്തിന് കാശ് പോയില്ല എന്ന് പറഞ്ഞ് മോന്തം കയറ്റി ചത്തവരുടെ വീട്ടിൽ മരിച്ചോണ്ടിരിക്കണവർ ഇരിക്കുകയല്ല. അതാണ് വിഷയം. ആനന്ദം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നതോറും ആനന്ദം കൂടിക്കൊണ്ടിരിക്കും. ഇതിന് ബൈബിൾ പറയണത് ഉടമ്പടി പ്രകാരമുള്ള പുതു ചൈതന്യം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ എടുത്ത 2 വചനങ്ങളിൽ ചൈതന്യമുണ്ട്. നമ്മളെടുത്ത വചനം ഏതാണ്? ആദ്യത്തെ ഏതാണ്? എസെക്കിയേൽ 36 അല്ലേ? എസെക്കിയേൽ 36:27. എസെക്കിയേൽ 36:27 എന്താ പറയണത്? എൻ്റെ ആത്മാവ്, അതൊക്കെ മുമ്പ് എന്താ പറഞ്ഞ ഒരു പുതു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി പകരം മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും.
നിവേശിപ്പിക്കും. നിങ്ങൾ എന്റെ കൽപ്പന കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിലും ശ്രദ്ധയുള്ളവരായിരിക്കും. ഉടമ്പടിയുടെ കൂടെ ഈ പുതു ചൈതന്യം വരുന്നുണ്ട്. ഒരു ഉടമ്പടി എടുത്ത് സത്യസന്ധ വ്യക്തിയാണ് ഉടമ്പടി എടുത്തിരിക്കണമെങ്കിൽ ഈ പുതു ചൈതന്യം, സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി ആതുര സേവനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി പരിശുദ്ധ പ്രവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ പുതു ചൈതന്യം വരും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഉടമ്പടി 14:15 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞത്. 14:15 എന്താ പറയണമെന്നൊക്കെ? യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഉടമ്പടിയാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അതിൻ്റെ കൂടെ ചൈതന്യം പറയുന്നുണ്ട്. അയച്ചോളൂ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ലോകത്തിന് സാധിക്കത്തില്ലെന്ന് പറയുമ്പോൾ ലോക അരൂപിക ഉള്ളവർക്ക്, എന്നുവെച്ചാൽ അവരുടെ വിഷയങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ മകളെ കെട്ടിക്കണം, അല്ലെങ്കിൽ വീട് വിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്തിരിക്കുന്നവർക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. പിന്നെ ആരെ ഉദ്ദേശിക്കണം? ദൈവത്തെ ഉദ്ദേശിക്കണം. ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നെപ്പോലെ ഞാൻ മറ്റുള്ളവരെ അറിയിക്കും. കർത്താവിൻ്റെ വചനങ്ങളിൽ അനുസരിച്ചുള്ള പരസ്നേഹ പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തോടെ ഞാൻ സമൂഹത്തിൽ സുവിശേഷത്തിൻ്റെ കാരുണ്യ പ്രവർത്തന സാക്ഷിയായി മാറും എന്നെടുത്ത സത്യസന്ധമായ ഉടമ്പടി ചെയ്തവർക്ക് എന്ത് പറ്റും? ഞാൻ അവർക്ക് എൻ്റെ ആത്മാവിനെ നൽകും. എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവനെ വസിക്കാൻ വേണ്ടി മറ്റൊരാത്മാവിനെ നൽകുകയും ചെയ്യും. ഈ ആത്മാവിന് നൽകപ്പെടുന്നവരാണ് ആരും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയണത്. ചിലപ്പോൾ അത് മാതാവായിട്ട് അവർക്ക് ഫീൽ ചെയ്യും, ചിലപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒത്തിരി സാക്ഷ്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾക്ക് സന്തോഷമാണോ അതോ നിരാശയാണോ? നിരാശയാണെങ്കിൽ നിങ്ങൾ പോയി വല്ല ഹോൾസെയിൽ കടയോ എന്തെങ്കിലും ഇപ്പോൾ തട്ടുകടയൊക്കെ തുടങ്ങുന്നത് നല്ലത്. എന്താ സംഭവം? നിങ്ങൾക്ക് മരമറിയാതെ കൊടിയിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാർ മരമറിയാതെ കൊടിയിടുമെന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ ഉടമ്പടി എടുത്തിരിക്കുന്നത് വിഷയബന്ധിയായിപ്പോയി, വ്യക്തിബന്ധിയല്ല. ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയല്ല. നിങ്ങൾ എത്രയും വേഗം രക്ഷപ്പെട്ട് ദൈവത്തെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റണം. അപ്പം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ഇതെല്ലാം സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക് എന്താ പറയണത്, ഞാൻ ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞില്ല സാക്ഷ്യം പറഞ്ഞിട്ട് പോണത്. എനിക്ക് ഇനിയും പറയാനുണ്ട്, ഞാൻ ഇനിയും വരും എന്നും പറഞ്ഞു പോണത്. എന്ത് സന്തോഷത്തോടെ അവരിറങ്ങിപ്പോണത്. അടുത്ത സാക്ഷ്യം കൊണ്ട് വരാൻ വേണ്ടി, അടുത്ത ദൈവാനുഭവം. സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവാനുഭവമാണ്. സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവാനുഭവമാണ്. അടുത്ത ദൈവാനുഭവം കൊണ്ട് വരുമെന്ന് അവർക്ക് ഉറപ്പാണ്. എന്താ? ദൈവത്തെ അവർ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഇനിയും ദൈവം അടുത്ത അടയാളം എനിക്ക് തരുമായിരിക്കും. തന്നാ കൊള്ളാം. ആർക്ക്? ദൈവത്തിന്. പോരെ. ചിലരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇനിയും ചിലപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ കൊള്ളാം. ആർക്ക് കൊള്ളാം? ദൈവത്തിന് കൊള്ളാമെന്ന് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഈ വാദപ്പരിക്കാരൊക്കെ ഇപ്പോൾ ഒന്ന് പടന്ന് എഴുന്നേക്കണം. എന്തിനെക്കുറിച്ച്? ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളിൽ എന്തോ ഒരു ദൈവികമായ കണം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ മോശമാണെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. നിങ്ങളുടെ ഈ കണ്ണീരിൻ്റെ കാര്യത്തെ കർത്താവിൻ്റെ അടുത്ത് വരണമെങ്കിൽ എന്തെങ്കിലും ജന്മപുണ്യം നിങ്ങളുടെ കയ്യിലുണ്ടാകും. അത് വെച്ചാൽ ദൈവം നിങ്ങളവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് അതിൽ വളരാൻ നോക്കണം. അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് നടന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുകയല്ലേ ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ വിഷയം വെച്ച് ദൈവത്തെ അളക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി എടുത്ത് വീണ്ടും നിങ്ങൾ ഡീപ്രമോട്ടായി പോകും. നിങ്ങളുടെ വിഷയം വെച്ച് ദൈവത്തെ ചുരുക്കും. നമ്മുടെ വിഷയത്തിന് ചുരുക്കാനുള്ള ആളല്ലല്ലോ നമ്മളെയോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുക. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക. അതിനാവശ്യമായ ദൈവസ്നേഹം ആർജിക്കുക. ദൈവസ്നേഹം ആർജിക്കണതും ശരിക്കും ദൈവസ്നേഹം ആർജിക്കണതും ഇപ്പം ദൈവസ്നേഹം ഇല്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചോ? അങ്ങനെ ഒരു പാരമ്പര്യമോ പരിശീലനമോ ഇല്ലാത്ത ആളാണെന്ന് വിചാരിച്ചോ? പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ നിങ്ങളോട് കുറച്ച് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പറയുന്നു. ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത്? ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കാറ് ഉന്തി സ്റ്റാർട്ടാക്കേണ്ട അവസ്ഥ വന്നു. പുതിയ കാറാണേ, അധികം കാലമൊന്നും ആയില്ല, ആരും ഡ്രൈവ് ചെയ്യാറില്ല, ഞാനാണ് എവിടെയെങ്കിലും പോണത്. പക്ഷേ കാറ് നിന്ന് പോയി. ഡ്രൈവർ പറഞ്ഞ് ഞാൻ കുറച്ച് മുമ്പ് അങ്ങോട്ടൊക്കെ എടുത്തിട്ടാണെന്ന് പുള്ളിക്കാരൻ പറയേണ്ടത്. പക്ഷേ കാറിൻ്റെ അകത്ത് താക്കോട്ട് തിരിച്ചിട്ട് അവസാനം ഒരുത്തം വന്ന് ബൈനറ്റ് പൊക്കി അതിൻ്റെ അലൈൻമെൻറ്റ് വരെ പോയി. അപ്പോൾ ഞാൻ പിന്നെ അകത്തിരുന്നൊരു വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി, വേറെ ഒരു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ ഇവരുടെ ബാറ്ററി കേടാണ്, ബാറ്ററി ഡൗണാണ്. അപ്പോൾ വേറൊരു ബാറ്ററി കൊണ്ടുവന്ന് ഈ ബാറ്ററിയുടെ കൂടെ ഇട്ടിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ
വണ്ടി പോയി. എന്നിട്ട് ആ കൊണ്ടുവന്ന ബാറ്ററി മാറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടിയപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജായി. ഈ കാരുണ്യ പ്രവൃത്തികളിൽ വരുന്ന പ്രോസസ്സിങ് ഇതാണ്. നിങ്ങൾക്കിപ്പോൾ 0 കൃപയാണെന്ന് വിചാരിച്ചു, 0 പവറാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഇന്ന് വരെ ഈ ജന്മ അർത്ഥത്തേക്ക് ഉപ്പ് തക്കാത്ത ഒരു കക്ഷിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് കാരുണ്യം അറിയാൻ പാടില്ല, പ്രവൃത്തി അറിയാൻ പാടില്ല, ദൈവത്തിന് അറിയാൻ പാടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഉടമ്പടി എടുത്തു പോയി. അപ്പോൾ ഇതെന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി കേടാണ്, ഡൗൺ ആണ്, സ്റ്റാർട്ട് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ കാരുണ്യ പ്രവൃത്തി കണ്ണും പൂട്ടി ചെയ്യുക, ദൈവസ്നേഹത്തിന് വേണ്ടി കാഴ്ചവെക്കുക. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി ഓക്കെ എന്താ ആ പവർ കൊണ്ട് സ്റ്റാർട്ടാകും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടത് നമ്മുടെ ബാറ്ററി തന്നെ റീചാർജ് ആയി കഴിയും. അത് ഞങ്ങൾ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങൾ തന്നെ സ്വയമായിട്ടത് ആർജിച്ചെടുത്തോളൂ. പ്രതി മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ വേറെ ഒരു ബാറ്ററി കൊണ്ട് ഒരു സ്റ്റാർട്ടർ കൊടുത്താൽ മതി. ബാക്കി നമ്മുടെ ബാറ്ററി തന്നെ വർക്ക് ചെയ്തിട്ട് ഇവിടെ വരെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എപ്പോഴും വിഷയം എന്ന് പറയുന്നത് കാരുണ്യ പ്രവൃത്തി തന്നെ ഇതിൻ്റെ വിഷയം. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ എന്തുമാകാം, മനുഷ്യന് നന്മ ഉണ്ടാക്കുന്ന എല്ലാ പദ്ധതികളും. അതായത് ജാതിയും മതവും മനുഷ്യനെയും ശത്രുവും മിത്രവും ഒന്നും നോക്കാതെ മനുഷ്യന് നന്മയുണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും. മനുഷ്യന് നന്മയെന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഈ കാലങ്ങളിലൊക്കെ. എന്താ വെച്ചാൽ ഇപ്പം മൃഗങ്ങൾക്ക് നന്മയുണ്ടാക്കേണ്ടി വരും ചിലപ്പോൾ. ഇപ്പോൾ ചിലരെ കണ്ടിട്ടില്ല, അപ്പോൾ ചില വീഡിയോ കണ്ടിട്ടില്ലേ? എന്താ കാര്യം? ചിലപ്പോൾ ഒരു ആട് അല്ലെങ്കിൽ ഒരു പന്നിയൊക്കെ ചിലപ്പോൾ ചെളി പൂണ്ട് മരിച്ചു കഴിക്കാൻ പോകണമെങ്കിൽ സായിപ്പൻ നാട്ടിലാണെങ്കിൽ അവരതിനെ പൊക്കിയെടുക്കും എങ്ങനെയെങ്കിലും വണ്ടി നിർത്തിയിട്ട്. നമ്മളാണെങ്കിൽ അവിടെ ചാകട്ടെന്ന് പറയും. ഈ വ്യത്യാസമുണ്ട് ശരിക്കും. നമുക്കത് ഈ ആൾക്കാരെ ഈ മൃഗങ്ങളെയൊക്കെ രക്ഷിക്കണേൽ കുറച്ച് കുറഞ്ഞ ഒരു പ്രശ്നമേ ഉള്ളൂ. കുറച്ച് അങ്ങനെ അധികം പ്രാധാന്യം നമ്മൾ കൊടുക്കത്തില്ല. പക്ഷേ ഇവിടെ ഇക്കോ സിസ്റ്റത്തിൽ ഈ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിന് എല്ലാത്തിനോടും കടപ്പാടുണ്ട്. ഇപ്പോൾ ഫ്രാൻസിസ് സേവർ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത പണി ഒരു കുരുവിയെ ആരാണ്ട് കുഞ്ഞുങ്ങളെ കുരുവിയുടെ കാലെ കെട്ടിയിട്ട് തൂല് കെട്ടിയിട്ട് പറപ്പിച്ച് ആ കുരുവി പോയി ഒരു ചെടിയെ കുരുങ്ങിയിട്ട് അവസാനം അതിന്മേൽ തൂങ്ങിക്കിടന്ന്. അപ്പോൾ ഫ്രാൻസിസ് സേവർ വന്നപ്പോൾ ആദ്യം ചെയ്തത് ആ കുരുവിയുടെ കുരുക്കഴിച്ചിട്ട് പറത്തി വിട്ട്. സുവിശേഷ പ്രവർത്തനമാണത്. അപ്പോൾ മനുഷ്യന് തന്നെയല്ല നന്മ. ഈ ഭൂമി കുടുംബത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള മനസ്സ് രൂപപ്പെട്ട് വന്നാൽ നിങ്ങൾ പക്ക ഉടമ്പടിയിലായി. ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളെ മാത്രമല്ല, എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾ ബന്ധുക്കളെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് നാളെ ഗുണം വരാൻ സാധ്യതയുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ അഡ്രസ്സ് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ മനുഷ്യനായി, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഉടമ്പടി ദൈവം മനുഷ്യനുമായിട്ട് ചെയ്യാറില്ല, ദൈവ പൈതലുമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഉടമ്പടിയുടെ കപ്പാസിറ്റിയിൽ നമ്മൾ ദൈവ പൈതലാകണം. അപ്പോൾ നമ്മുടെ ബന്ധുക്കൾ അപ്പുറത്ത്, സ്വന്തപ്പെട്ട അപ്പുറത്ത്, നമുക്ക് സഹായം ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരുടെ അപ്പുറത്ത് ഒരു പ്രയോജനമില്ലാത്തവരാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ അവർക്ക് വേണ്ടി സമയമോ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു സഹായമോ ചെയ്തു കഴിഞ്ഞാൽ നീ ദൈവ പൈതലായിട്ട് മാറി. ഞങ്ങൾ സെമിനാരിൽ നിന്ന് തെറ്റ് പഠിപ്പിച്ച് ഇറക്കിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡീക്കന്മാരുടെയൊക്കെ ഭയങ്കര അവസാനത്തെ കൊലക്കാരാണ് ഡീക്കന്മാരുടെ ഭയങ്കര വിരുന്നും ഭയങ്കര അവസാനത്തെ ഫെയർവെൽ സ്പീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അച്ഛൻ വന്നിട്ട് അവസാനം നമ്മൾ യാത്രയാക്കും. സെമിനാരി 7 കൊല്ലത്തെ പഠനം കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഗുഡ് ബൈ പറഞ്ഞ് യാത്രയാക്കുമ്പോൾ അവർ നമുക്കൊരു സന്ദേശം തരും. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ നല്ല ചൈതന്യമുള്ള അച്ഛനായിരിക്കും വന്ന് പറയണത്. ഞാൻ എന്നെ ഡീക്കനാക്കി ഇറക്കിയപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ഇന്ന് ഓർത്തിരിപ്പുണ്ട്, നിങ്ങൾ ബേസിക്കായിട്ട് ആദ്യം ഒരു മനുഷ്യനാവുക, അതിനുശേഷം നിങ്ങളൊരു പുരോഹിതനാകാൻ പറഞ്ഞു. ഞാൻ പിന്നീട് എൻ്റെ ജീവിതം വെച്ച് നോക്കിയപ്പോൾ എന്ത് പൊട്ടത്തരമാണ് പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിച്ച് പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് പോയി. കാര്യം ഒരു പുരോഹിതൻ എത്രയോ വലുതാണ് മനുഷ്യനേക്കാൾ. ആദ്യം ഒരു പുരോഹിതനാകാൻ പഠിഞ്ഞ മനുഷ്യന്മാരെ ഇവിടെ ആവശ്യമുണ്ട്, കൂടുതലുണ്ട്. ആദ്യം ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ചൈതന്യം അതുപോലെ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജനങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അർപ്പിതനാണ്. ആദ്യം ഒരു പുരോഹിതനാകാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി മനുഷ്യരായതുകൊണ്ട് പുരോഹിതനാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു നല്ല പുരോഹിതനായ ഓട്ടോമാറ്റിക് മനുഷ്യനാകാം. ഒരു മനുഷ്യനായതുകൊണ്ട് പുരോഹിതനാകണമെന്ന് നിർബന്ധമില്ല. കാര്യം പുരോഹിതൻ്റെ അകത്ത് ഈ സ്വയംദാനം എന്ന സംഭവമുണ്ട്, മനുഷ്യനിൽ സ്വയംദാനമില്ല. അപ്പോൾ ഈ 7 കൊല്ലം പഠിപ്പിച്ചിട്ട് അവസാനം വിട്ടിത്തരവും പറഞ്ഞാണ് ഞങ്ങളെ പുറത്ത് കൈവെപ്പിച്ച് വിട്ടിരിക്കണേ. നമ്മൾ കർത്താവിൻ്റെ പഠനങ്ങളായിട്ട് തെറ്റാണത് ശരിക്കും പറഞ്ഞ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പുരോഹിതനായി കഴിയുമ്പോൾ നമുക്ക് വേറെ മുമ്പും പുറകും പെങ്ങളും ആങ്ങളെയും ആരും ഒക്കെ ഒന്നുമില്ല. ആരാണുള്ളത്? ജനം. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയാണുള്ളത്. പിന്നെ ഉള്ളവർ ആരാണ്? കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ സാധ്യതയുള്ള ജനങ്ങൾ. ക്രിസ്ത്യൻസ് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും നമുക്ക് പാപക്ഷമ നൽകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുകയും ചെയ്തെങ്കിൽ ആ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ സാധ്യതയുള്ള ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി അർപ്പിതനായിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ എന്താ വിഷയം പറയുന്നത്? ഒരു മനുഷ്യനേക്കാൾ നിലവാരത്തിലുള്ള
കാര്യം ക്രിസ്തു ഒരേ സമയം മനുഷ്യനായിരുന്നു, അതേസമയം തന്നെ അവൻ ദൈവമായിരുന്നു. ഇവൻ്റെ ഒരു പകർപ്പായിട്ടാണ് പിന്നീട് പൗരോഹിതം വരണത്. അപ്പം ഞാൻ പറയണത് ഞാൻ കേമനാണെന്ന് പറയുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഈ നമ്മളെ പ്രയോറിറ്റി ഓഫ് സെറ്റിങ്സിൽ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് നമ്മളെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ വിഡ്ഢിത്തരങ്ങൾ സഭയിൽ എഴുന്നള്ളിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയണത് ഒരു ദൈവ പൈതലുമായിട്ടാണ് ദൈവം ഉടമ്പടി ചെയ്യണത്, ഒരു മനുഷ്യനുമായിട്ടല്ല. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഒരു ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്താ കാര്യം? ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾക്ക് മെച്ചമില്ലാത്ത ആൾക്കാർ, ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ ഈ ജന്മത്തിൽ നമ്മളെ വീണ്ടും കണ്ടുമുട്ടിരുന്ന് വരും. നിങ്ങൾ നാളെ കണ്ടുമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കൈസഹായം ചെയ്യണത്. നമ്മളവരെ ചെയ്തു കഴിഞ്ഞാൽ അവരെ നമ്മളെ സഹായിക്കും. അവർക്ക് വസ്ത്രം കൊടുക്കുകയോ പണം കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ അവർ നമ്മളെ സഹായിക്കും. ഇത് മനുഷ്യന് സാധിക്കുന്ന കാര്യമാണ്. ഇത് മനുഷ്യത്വം അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ദൈവപ്രകൃതിയുള്ളൊരു മനുഷ്യത്വം വേണ്ടി വരും. ഉടമ്പടി ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റും, പകരം എന്ത് ചെയ്യും? മാംസളമായ ഹൃദയം നൽകും. എന്തിനു വേണ്ടിയാണ്? ഒരു പുതു ചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കും. പുതു ചൈതന്യത്തിന് നിക്ഷേപിക്കപ്പെടുമ്പോൾ ആ പുതു ചൈതന്യം നമ്മൾ പ്രവർത്തനക്ഷമമായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവരാജ്യം സംജാതമാക്കുന്നതിനുള്ള ദൈവ പദ്ധതിയിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ സഹകരണമാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവേ ഉടമ്പടി പൊതു പൗരോഹിത്യത്തിലേക്കുള്ള വിളിയാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണം.